പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നോർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ ഈശോ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, വിശ്വസിച്ച് ഭാഗ്യവതിയായ അമ്മയോടൊപ്പം ഭാഗ്യപ്പെട്ട മാറിയ ഔസേ പിതാവിനോടൊപ്പം സകല വിശുദ്ധരോടുമൊപ്പം എല്ലാ മലാഹമാരെയും കൂട്ടുപിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. കഴിഞ്ഞ 37 വർഷമായി പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എന്നെ നയിച്ച വലിയ പരിപാലനയെ ഓർത്ത് നന്ദി നന്ദി നന്ദി. ഇനിമേൽ ഞാനല്ല, ഇനിമേൽ ഞാനല്ല, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണെന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണെന്നിൽ ജീവിക്കുന്നത്. ഈശോയെ, ഇനിമേൽ ഞാനല്ല എന്ന അനുഭവത്തിൽ പൂർണ്ണനാക്കുവാൻ അവിടുന്ന് അനുവദിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നന്ദി. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് എനിക്ക് അനുഭവവേദ്യമാകാനും എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്നറിയാൻ തക്ക വിധം എന്നെ നയിക്കുകയും ചെയ്ത അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി നന്ദി നന്ദി. No more I who live, Christ who lives in me. To live is Christ for me, to die is to gain my Lord. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു, യേശുവിനെ ഞാൻ ധരിച്ചു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള ദാഹത്തോടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എന്ന ബോധ്യത്തോടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.